മാധവി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടില് നമ്മുടെ കോമൺ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിന് വളരെയേറെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ലാംഗ്വേജായി മാറി. അതോടൊപ്പം തന്നെ ഇതൊരു കൾച്ചറിന്റെ ഭാഗമായി മാറിയിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ മുതിർന്നവരും ഞങ്ങളെ പോലെയൊക്കെ ഉള്ളവർ ഇംഗ്ലീഷിന് വളരെയേറെ പ്രാധാന്യം ജീവിതത്തിൽ നൽകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്നത്തെ ലൈവ് എന്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുകയാണ്. അവർ ഇംഗ്ലീഷിന്റെ പ്രാധാന്യത്തെ പറ്റി കൃത്യമായി നമുക്കൊരു ക്ലാസ് എടുത്ത് തരും. ഓക്കെ ഓക്കെ പറഞ്ഞു. പിടിക്കണോ? ഞാൻ പിടിക്കണം. ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ പ്രധാനമായിട്ടും ദ മെയിൻ പ്രോബ്ലം ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, നമ്മള് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് എല്ലാം മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നതാണ്. അപ്പോ നമ്മൾ ആദ്യമേ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുമ്പോൾ പിന്നെ ഇടയ്ക്ക് നിർത്തുക, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ദ ഷോപ്പ് അങ്ങനെയൊക്കെ പറയുന്ന നമുക്കൊരു ഫ്ലുവൻസി കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം മാറ്റാൻ പറ്റുന്ന ഫസ്റ്റ് തന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം. അതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് ഒരു കോൺവെർസേഷൻ പറഞ്ഞുകൊണ്ട് വരുവാണ്. ഞാനും നീയും തമ്മിലിപ്പോ ഒരു കോൺവെർസേഷൻ പറയുവാണ്. അപ്പൊ ഞാൻ പറയണം എനിക്ക് ഷോപ്പിലോട്ട് പോകണം. പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് അറിയാതെ ഇംഗ്ലീഷിൽ തന്നെ ആ വേർഡ്സ് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഇംഗ്ലീഷിന് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ലൈഫിൽ പ്രാധാന്യവും നമ്മുടെ എക്സ്പ്രഷൻസ് ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് മാറുന്നത്. ഇനി മോഡേൺ വേർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എപ്പോഴും യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ സിമ്പിൾ ഇംഗ്ലീഷ് ആണ് ഏറ്റവും കൂടുതൽ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെ നമുക്കിനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്കിനി ഫ്ലുവൻസി കൊണ്ടുവരാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നല്ല കോമിക്സ് വായിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓ വാവ്, യു നോ ദാറ്റ്, ഐ ജസ്റ്റ് ഗോട്ട് ഇറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില എക്സ്പ്രഷനുകൾ വരുമ്പോ നമ്മൾ കുറച്ച് ഒറിജിനാലിറ്റി അവിടെ ഫോം ചെയ്യാണ്. ആ ഒറിജിനാലിറ്റി വരുമ്പോ നമ്മുടെ എക്സ്പ്രഷൻസ് നമ്മൾ പറയുമ്പോ, അല്ലാതെ നമുക്കിപ്പോ ഒരു ഡിസ്ക്രൈബിംഗ് ആണ് മറ്റൊരു കാര്യം എന്ന് പറയുക. ഇപ്പൊ ഞാൻ ഈ വാഴ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഈ വാഴയെ പറ്റി എനിക്ക് തോന്നുന്ന എന്റെ അഭിപ്രായം, എന്റെ ഒപ്പീനിയൻ ഞാൻ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷ് സംസാരിക്കണം. ഓ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബനാന ട്രീ, ഇൻ ദാറ്റ് ഐ ക്യാൻ സീ സോ മെനി ബനാനാസ് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, എ ബഞ്ച് ഓഫ് ബനാന. ഇങ്ങനൊക്കെ പറഞ്ഞ എനിക്ക് എന്റെ ഇംഗ്ലീഷിനെ, എന്റെ ഒപ്പീനിയനെ ഞാൻ എന്ത് ചെയ്യാണ്, ഡിസ്ക്രൈബ് ചെയ്ത് പറയുവാണ്. അപ്പൊ ഈ ഡിസ്ക്രൈബിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് സ്വന്തമായി തന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി മറ്റൊരെണ്ണം പറയുവാണെങ്കിൽ, ഈ പോഡ്കാസ്റ്റുകൾ കേൾക്കുക, പാട്ടുകൾ കേൾക്കുക, ഇംഗ്ലീഷിലുള്ള പ്രസംഗങ്ങള്, പാട്ടുകളൊക്കെ കേൾക്കുക. ഇപ്പൊ നമ്മള് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ ഈ പാട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് തലയിലേക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അതെ, ജെൻസിക്കൊക്കെ. ജെൻസി മാത്രമല്ല, നമ്മളിഷ്ടംപോലെ ബുക്സുകൾ വായിക്കുന്നുണ്ട്. ഇൻഫർമേഷൻ കിട്ടുന്നത്. പക്ഷെ നേരെ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ്, ഈ കോമിക്സ് വായിക്കുമ്പോൾ നമുക്ക് ആ സംഭാഷണ ശൈലിയും കൂടെ കിട്ടും. അപ്പൊ ആ ഒരു നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് എന്ത് കിട്ടിയാലും ഇംഗ്ലീഷിൽ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്താണ് ഈ ജെൻസീസിന് ഇങ്ങനെ പെട്ടെന്ന് പറയാം, അവർക്ക് വലുതായിട്ട് പഠിക്കുമൊന്നും വേണ്ട. അവർ ഈ മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. നമ്മളുടെ എല്ലാവരുടെയും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കൊരു മിസ്റ്റേക്ക് വന്ന അല്ല അടുത്ത എന്ത് പറയുമെന്ന് ചിന്തിച്ച് നമ്മൾ അവർക്ക് സ്റ്റോപ്പ് ആകും. നമ്മൾ എന്ത് വിചാരിക്കും, ഓ കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ട് പറയണം, ഞാൻ വലിയൊരാളാവുമെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. ഇങ്ങനൊക്കെയുള്ള ചിന്താഗതി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ വലിയ രീതിയിൽ സംസാരിക്കാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കും. മറ്റുള്ളവരിൽ നമ്മൾ കുറച്ചുകൂടെ വലിയൊരാളാണെന്ന് ഇംഗ്ലീഷിൽ കാണിക്കാനായിട്ട്. പക്ഷേ സിമ്പിൾ ഇംഗ്ലീഷാണ് ശരിക്കും പറഞ്ഞാൽ പറയുന്ന, ഫ്ലുവന്റ് ആയിട്ട് പറയുന്ന ആ ഒരാൾക്ക് നമുക്ക് മനസ്സിലാകുവാണ് ഏറ്റവും ഫ്ലുവൻസി ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇംഗ്ലീഷിലാണ് ഈ പറയുന്നത്. നമ്മുടെ ഈ വേർഡ്സിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സബ്ജക്ട്, വേർബ്, ഒബ്ജക്ട് എന്നൊക്കെയാ പറയുന്നത്. നമ്മുടെ മിസ്റ്റേക്സിനെ ഓർക്കാതെ, ഗ്രാമറിനെ മറന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലുവന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സംസാരിക്കുക. അതിനിങ്ങനെയാണ് പറയുന്നത്, പ്രാക്ടീസ്, കോൺഫിഡൻസ്, കൺസിസ്റ്റൻസ്. അതായത് പ്രാക്ടീസ് ചെയ്യുക, അത് കൺസിസ്റ്റന്റ് ആയിരിക്കുക, എങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പൊ കോൺഫിഡൻസോട് സംസാരിക്കാൻ പറ്റണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മളിപ്പോ ടൈപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലേ, ഇപ്പൊ ആളുകൾ ഈ ഫോണിൽ മെസ്സേജ് ചെയ്യുന്ന ടൈപ്പിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫോണിൽ മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കൊണ്ടായിരിക്കും ഒരു ചെറിയ എക്സ്പ്രഷനോ അതൊരു ചെറിയ കാര്യമോ മറ്റൊരാളിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ
ഇങ്ങോട്ടിടുന്ന ഒരാൾക്ക് ചിലപ്പോ പെട്ടെന്ന് ഇംഗ്ലീഷ് ജനറേറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് അടിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അവരുടെ എക്സ്പ്രഷൻസ് ആൻഡ് ഐഡിയാസ് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് ജനറേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നു. അപ്പോ നമ്മുടെ ഇംഗ്ലീഷിനെ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാതെ ഒരു അടുക്കും ചുറ്റോടെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് പറയാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ മിസ്റ്റേക്കുകൾ ഇനി മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. എന്നിട്ട് ഒരു സബ്ജക്ട് എടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കണ്ടന്റ് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് എക്സ്പ്രസ് ചെയ്യുക. അതൊരു വീഡിയോ, ഒരു റെക്കോർഡർ സൈഡിൽ ഓൺ ആക്കി വെക്കുക. എന്നിട്ട് അത് പറയാം. എന്നിട്ട് വേറെ ആരെയും കൊണ്ടും അല്ല, നിങ്ങൾ തന്നെ അവസാനം എടുത്തിട്ട് എന്ത് ചെയ്യുക, മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക. അങ്ങനെ മിസ്റ്റേക്കുകൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും, എന്താ ഇതാണ് എന്റെ തെറ്റ് ഇവിടെ വന്നത്, എനിക്ക് ഇതാണ് മാറ്റേണ്ടത്. അല്ല നമ്മൾ എപ്പോഴും മറ്റൊരാളെ എന്ത് ചെയ്യണ്ട, ഇത് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കൊന്നാണ് ഏറ്റവും നല്ല വേറെയാണ് കോമിക്സ്, പോഡ്കാസ്റ്റുകൾ, അതായത് മ്യൂസിക്കുകൾ കേൾക്കുക. പിന്നെ സ്വന്തമായി ഇംഗ്ലീഷ് പറഞ്ഞു നോക്കുക, ഓരോന്നിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷിനെ നമുക്ക് തന്നെ ഫ്ലുവന്റ് ആക്കി മാറ്റാം. ഇനിയിപ്പോ മറ്റുള്ളവരോട് കോൺവെർസേറ്റ് ചെയ്യുന്നതും വളരെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി നമ്മുടെ ഇംഗ്ലീഷിനെ കുറച്ചുകൂടെ ഫ്ലുവന്റ് ആയി, ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് കുറച്ച് ഫ്ലുവന്റ് ആവും. അതായത് കൺസിസ്റ്റൻസി, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇനി മറ്റൊരു രീതിയിലാണ് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ കുറച്ച് വാക്കുകളുണ്ട് നമ്മൾ ഇംഗ്ലീഷിനെ കുറച്ച് ഗ്ലാമറസ് ആക്കാനായിട്ട്. ഇപ്പൊ എല്ലാവരും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോയാലും തന്നെ എങ്ങനെ ഇംഗ്ലീഷിനെ കുറച്ചുകൂടെ അലങ്കാരികമായിട്ട് പറയാമെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് ഈ കൈൻഡ, ഗോട്ട. അതായത് ചില വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഫ്രണ്ട് അങ്ങ് മുറിച്ചിട്ട് ഷോർട്ട് ആക്കിയിട്ടൊക്കെ പറയും. ഇത് നമ്മുടെ ഇംഗ്ലീഷിനെ കുറച്ചുകൂടെ നമ്മുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടാക്കുന്നു. ഇനിയിപ്പോ ജെൻസീസിനെ പറ്റി പറഞ്ഞാലും അവരിങ്ങനെ എപ്പോ നോക്കിയാലും പാട്ട് കേൾക്കുക, സിനിമ കാണുക, മൊത്തം അവർ ഇംഗ്ലീഷിൽ തന്നെ കേട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കുക. അവർക്ക് വരുന്ന മിസ്റ്റേക്ക് അവരെന്ത് ചെയ്യുന്നില്ല. പിന്നെ ബെറ്റർ ദാൻ comics than newspaper magazines and even classical English movies. Yeah. All the above are better ways to improve our English, but it's always very important to speak to each other. That's the reason. Yes. വക്കീലെ ലേറ്റർ പള്ളി അസംബ്ലി ആണ് മണ്ഡലം. ഓക്കെ, താങ്ക് യു. അപ്പൊ ജിജു പറഞ്ഞതിന്റെ കൂട്ടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മലയാളം മദർ ടങ് ഓക്കെ നമ്മൾ വീട്ടിൽ പഠിച്ചു. ഈ സംഭവം നമ്മള് എങ്ങനെയാ പഠിക്കുന്നത്? ബൈ പ്രാക്ടീസ്. അപ്പൊ അവിടെ ഒരു പ്രശ്നം മോള് പറഞ്ഞ ഉണ്ട്. എന്താണ് ഇതിനകത്ത് വരുന്ന മിസ്റ്റേക്ക്? ആ കുഞ്ഞ് ഓർക്കുന്നു. മലയാളം ആദ്യമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ പല റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സും പറയും. അവൻ എന്താണോ വീട്ടിൽ പറയുന്നത് അവൻ അതെന്ത് ചെയ്യും, ഒപ്പിയെടുത്ത് കോപ്പി ചെയ്ത് അടിച്ചുകളയും. മനസ്സിലാവുന്നോ? അപ്പൊ അവിടെയാണ് ആ സംസ്കാരത്തിന്റെ രൂപീകരണം അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ രൂപീകരണം ഉണ്ടാവുന്നത്. നേരെ മറിച്ച് നമ്മളിതൊരു മലയാളിയായിട്ടിരിക്കുന്ന നമ്മളിതൊരു ഇംഗ്ലീഷുകാരനെ പഠിപ്പിക്കാൻ നേരം റിസ്ക് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷ് നമ്മളും ജനിച്ചു വരുന്നത് ഇംഗ്ലീഷിലായിരുന്നു, ഇംഗ്ലീഷ് പറഞ്ഞേനെ. അതിനർത്ഥം എന്താണ്? പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കുഞ്ഞിന് ചമ്മലില്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് ലാംഗ്വേജ്. വെൻ വി ആർ സ്റ്റഡിങ് ദാറ്റ്, അന്നേരം നമുക്ക് അവിടെ എന്തോ ഉണ്ട്, ചില കൺസ്ട്രെയിൻസ് ഉണ്ട്. മനസ്സിലാവുന്നു? ആ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും. ബിക്കോസ് എന്താണ്, ചിലർക്ക് നമുക്ക് ഇംഗ്ലീഷിനെ പറ്റി എന്തുകൊണ്ട് നോളേജ് ഉണ്ട്. മനസ്സിലാവുന്നു? ആ നോളേജ് ഉള്ളവൻ ഈ ഭാഷയാണ് പഠിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി അവൻ വേറെ എന്തോ എസ്സേ പഠിക്കുന്ന മട്ടില്ലാത്ത. മനസ്സിലാവുന്നോ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ കാണണ്ട. ഇറ്റ്സ് എ ലാംഗ്വേജ്. നമ്മള് അമേരിക്കയിൽ പോകുന്നു, അമേരിക്കയിൽ പഠിക്കുന്ന സ്കൂളിൽ എസ്സേ പഠിക്കുന്ന രീതി കൺസെപ്റ്റിൽ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞ കോമിക്സിനകത്ത് വായിക്കണമെന്ന് ഞാൻ അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, കോമിക്സിൽ ഒരു കാര്യം പറയുമ്പോണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാലരമ്മ വായിച്ച് അമ്മ കൊച്ചുനാൾ നിങ്ങൾക്ക് തരുന്ന എങ്ങനെ, അതൊരു കോൺവെർസേഷൻ മെത്തേഡാ. അങ്ങനെ അമ്മ ഇങ്ങനെ പറയും, അയ്യോ അതാ സിംറ്റം വരുന്നു. മനസ്സിലാവുന്നു? ഇങ്ങനെ വായിക്കുമ്പോൾ അതേ മോഡലിലാണ് വരുന്നത്. അയ്യോ ചായ കുടിച്ചിട്ട് പോകും. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന അത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് ടേമുകൾ. മനസ്സിലാവുന്നു?
നമ്മളെന്ത് ചെയ്യും? നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? എവരിവൺ നോസ് ഇംഗ്ലീഷ്, ബട്ട് വി ആർ ചേഞ്ചിങ് ടു എങ്ങനെ ഈ ടഫ് ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇംഗ്ലീഷ് സിമ്പിൾ ആക്കാൻ വേണ്ടി സിമ്പിളിനകത്തോട്ട് അങ്ങ് പോകും. പക്ഷെ ഇതിനെല്ലാം ഓരോ ഫ്രൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ബൈ പ്രാക്ടീസ് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ എന്താണ് അത്യാവശ്യം? നമ്മൾ ഈ പറഞ്ഞതിലോട്ട് കൺസിസ്റ്റൻസി ഭയങ്കര ഭാഗം. കാരണം എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ഇപ്പൊ മലയാളത്തിൽ സംസാരിക്കും. യെസ്, നമ്മൾ മലയാളം. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകും 10 വരെ കാണുമ്പോഴത്തേക്ക് സാധനം അങ്ങ് വീഴുന്നു. എന്താണ് അതാണ് ഒരു മാറ്റം. നമ്മൾ എന്ത് ചെയ്യണം? നാളുകളിൽ നമ്മൾ ഗ്ലോബൽ കൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അതെ, നമ്മള് ലോകമെന്ന് പറയുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. മനസ്സിലാവുന്നു? അതെ. അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തന്നെ ചെയ്യും. ഇനി മോൾ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. യെസ്. എന്നിട്ട് മോൾ ഇംഗ്ലീഷിൽ ഇന്ന് തൽക്കാലം സംസാരിച്ച് ചെറുതായിട്ട് സംസാരിച്ചു പോയി. ഐ മീൻ ഓക്കെ. ഇതെടുക്കുന്നതിൽ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളത് എങ്ങനെ വ്യത്യാസം വരും? Okay. So let's move on to a session back. So it's very important to know that the consistency is very important, as my father said. And moving on to the next one. The another main problem faced in everyone is to stuck in front of someone you have some fluency and you're speaking very confidently, but sometimes you are having a problem like that. If you're seeing one personality that is some more type of, you are afraid or anything, or you want to show yourself some more high, but at that time you would be stuck in front of them. That's another main problem. So first almost be confident in any way, in every way. This is your space to speak. Never be afraid. You can speak. Mistakes arise as a baby starts to study their own mother language. They would study something, sometimes bad things or anything. But actually what happening there is practice from the makes mistakes. Yes. Learn. From Their key practice makes them learn their language. Okay. So over here we are able to understand that practice made the child speak fluently in her mother tongue. So like that, we also want to speak like that, but mistakes. It's not happening. The we are studying the foreign languages like French, German, or like that. There, no one is considering that. Okay, mistake will come because that is not our language. But in this sense, if you are talking English, We are they are thinking not ready to accepting that because the English is the part of our daily life. They are thinking like that. Understand? Yeah. That's the problem. And- Okay, continue. And one more thing, the mentality of taking English is very complicated. That's very that's bad. very important. That was my mistake in the time of my school days. Yes. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്തൊരു സ്കൂളാണ് നിങ്ങളുടെ? അല്ല, ഇംഗ്ലീഷ് മീഡിയം, സ്റ്റേറ്റ് സിലബസ്. സ്റ്റേറ്റ് സിലബസ്. ഞങ്ങളുടെ സ്റ്റേറ്റ് മനസ്സിലാവുന്നു? ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 5ാം ക്ലാസ്സിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് ആ 8 മുതൽ 10 വരെയാണ്. ആ ഗ്രാമറിന്റെ സമയത്ത് എന്ത് ചെയ്തില്ല, അതിന്റെ ആ ഒരു ടെക്നിക്കാലിറ്റി ഉണ്ടായിരുന്നു. ആ സാധനം അങ്ങ് പിടിച്ചില്ല. 8th standard. It's starting from 5th standard. What 5th happens? സ്റ്റാൻഡേർഡ് ആണോ? അന്ന് ചുമ്ma ക്യാറ്റ് മാറ്റേ ഉള്ളായിരുന്നു. No. Cat മാറ്റൊക്കെ first classലായിരുന്നു. Oh really? ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തത് 4ാം ക്ലാസ്സിലാ. എന്നെയാണോ പഠിപ്പിക്കുന്നത്? Shit. That's great, that's great. അങ്ങനെ 1900 Okay, anyway, at that 6th and 7th standard it will happen. ഞാൻ 83 84 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 1, 2, 3, 4 ഒന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ല. 5ാം ക്ലാസ്സിൽ ഫിലിം 7ലും ഒക്കെ ഗ്രാമർ പഠിക്കുന്നതിന് ഓർമ്മയുണ്ട്. ഗ്രാമർ പഠിക്കും. എനിക്ക് അത്രയും അങ്ങോട്ട് കോൺഫിഡൻസ് ഇല്ല. അന്നൊക്കെ പഠിക്കുമായിരുന്നു. അന്നേരം എന്ത് അതിന് നമ്മുടെ സംഭവം ഗ്രാമർ അറിയാം? നമ്മുടെ സാർമാർക്ക് അന്ന് അറിയാമായിരുന്നു. പഠിപ്പിക്കുന്ന തയ്യൽ Only ടീച്ചർ one person not knows everything. That was ആരാണെന്ന് അറിയാം? നമ്മുടെ പേര് കെട്ടത് ജോൺ. ജോമോൻ. തയ്യൽ ടീച്ചേഴ്സും സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ടീച്ചർ, സയൻസ് ടീച്ചർ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അന്ന് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നത്. That is the problem. Okay. Now it's very important to make your. പോലെ പറഞ്ഞു കേട്ടോ. Okay. So. നിയമോനെ, you please participate. Yes, of course. Okay, so for let's say conclusion, every day 15 minutes cycle is essential. So for 10 minutes, you want to speak English. I need ഒരു വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഫോർ കോമൺ. ഐ മീൻ എന്തോന്ന്, ഞങ്ങളെ പോലെ ഉള്ളവർക്ക്, പിന്നെ കുഞ്ഞുങ്ങൾക്ക്, കൊച്ചുങ്ങൾക്ക്, അല്ല ചെറിയ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ കൂട്ടുള്ള കുട്ടികൾക്ക്, പ്രായമായവർക്ക്, ആ രീതിയിൽ കൗണ്ട് കൂടി ചെയ്യണം. എങ്ങനെ പഠിക്കാം? Okay. So for studying for childrens like me and Mia, first almost reading is good. And expressions like talking fluently means conversation is the main thing related to all of us. And mainly it is also good for elderly ones.
and relatively for younger ones. For me and my sister, like in our ages, the main thing would be the social media, the using of English. The using of English, like in we taking videos, comments, writing in comments. All we generate an English mode. For that, that's very important to know that. First almost, the thing is, we would try to hear some music, learn from that English new words, vocabularies, and try to use it in our daily conversation. That would lead us to somehow like a kind of some more influency in English. We would type of use phrasal verbs. So it's very important to know that first almost conversation is essential. Right now it's very good for hearing podcasts, listening music. In all those ways, we can grasp very simply the English. But understanding about the elderly ones, that is the main problem. So yes, as I already said, backdrop or that thing that is already hidden in our mind, that of a back class, it is that, oh, English is so so English is so complicated, we can't study that. That is the main thing in their mind. Their mistakes are arriving, so we can't speak English. Why can't we? They are just comparing. No need of that. First almost try to conversate yourself. For elderly ones, conversate yourself. Never trust someone to teach you again. Okay, just describe those things that you want to speak. Try to speak them in English as you speak in your mother tongue. Mistakes arise, speak again and again. Try to describe. The main thing in English is try to describe, try to give your opinion. Whatever you're speaking in your mother tongue, try to translate them into English. That's very important in the case of studying English in elderly one. If you're practicing that every day, surely you can get a fluency. Not fluency, but you can speak English very well. Your contribution, please. Just like my sister taught that we must practice to make our English, to tell our English more fluently. We must try to every day practice, like conversating to others, and make short goals for this speaking English, and try to hear this English music. And so from this podcast, or we could make if our you were among the group of people who knows only Malayalam, how you will practice this? Okay, that's very important. Yeah, your opinion, please. Then after I will ask to Nia. my opinion, I will try to teach them, or try to like the basics of telling them how to. No, the question was this. Question was If you're surrounded by a people who only know Malayalam, how can you study deliver your concept. in English? I will try to make them, or try to speak them in English, and just make They them don't know practice. English. Just ask that's all. The people, the surrounding you have this problem, how you solve it. Do you have any? Okay. As we already said that the people we surrounded speak in our mother tongue. From a baby we study that they are speaking Malayalam from their small words as we understand and speak again and again, like in our mother tongue. First almost how we are studying. That's all. That's the way. Continuous practice. You Yeah. teach them what simple English. Yeah. Understand? Regularly it will change. They will follow you. This type, That's what this I thought. type of classes will help you to. Firstly, you understand them. First, that's very necessary. Why? They Okay. You tell me a paragraph about whatever it is in your daily life or anything. You just talk to. Papa. Related to this topic. It's very important. One more thing, that teaching method in English. Teaching method is very Teaching in English, right? For students, it's very beneficial, and for elderly ones, it's also good. Like presentation. That would increase your presentation skill. More than that, your English fluency too. If you're studying a specific topic, just That's go in why front I of a said what? You please put it all in YouTube. That's what I said about every the evening. videos. What you studied from your school in the particular period. അന്നേരം നിങ്ങൾക്ക് അത് കിട്ടി. എന്തോ കിട്ടി? നല്ലോണം Knowledge. അതിന്റെ അറിവ് കിട്ടി. You deliver in English. English. And put it in the put it in YouTube. So you will get 3 benefits. ചാനലായി the same time മോൻ എന്തോ ആയി, മോനൊരു എക്സ്പീരിയൻസ് ആയി. അതോടൊപ്പം തന്നെ പിന്നെ എപ്പോഴും സംസാരിക്കാന്ന് പറഞ്ഞാൽ മോനും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ അറിയാം, ഇംഗ്ലീഷ് അറിയാം. conversate
നിങ്ങൾ അന്നേരം സംസാരിച്ചു പോണം. അതിപ്പോ എന്താ സംഭാഷണം എന്നറിയാം. അത് മനസ്സിലായോ? അപ്പം വീട്ടിൽ വഴക്ക് കൊടുത്തത് എന്ത് ചെയ്യും? കുറയും. ബിക്കോസ് അങ്ങനെ വലിയ ഇംഗ്ലീഷ് No, we know a lot of stuff. ആരെ പറ്റിയാ പറഞ്ഞെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ. No. My mother. My father. But she knows English very well. She does not say any bad words. And 100% I accepted your She's a good opinion girl. because why? She knows English very well. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധാ സ്കൂളിൽ പഠിച്ചു വന്ന് ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ അല്ലേ ഞാൻ പറഞ്ഞല്ലോ. Oh, battle starts. I know how to write the examination. I will write it properly and I will get the she's saying mother don't know how to write it. 60% of mark without any disturbance. She got 90% marks. Yeah. And in your PhD, when there was an examination in your PhD, I was in trouble. I am in trouble. Why? you Because got ഞങ്ങളുടെ സാർമാരെ സംബന്ധിച്ച് every time they are focusing on that what Nelson is speaking. You That got- type of mistake. They are ready to catch the any mistake. That is the way of comments. Not comments. Not comments. Not They comments. are very important. They are very helpful. In the Papa, management let me also. just. Why they are thinking like so? Because എന്താണെന്നറിയാമോ? She always അവര് thinks she's ചിന്തിക്കുന്നതെന്ന് the പറഞ്ഞു unique കഴിഞ്ഞാൽ, we are and the product no of Kerala all University others and the around Ayurveda her campus. are So they are expecting more from us. Tomorrow ഞാൻ എവിടെങ്കിലും പോയി പ്രസംഗിക്കുന്ന സമയത്ത് അവരിത് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കും? നെൽസൺ നമ്മുടെ പ്രോഡക്റ്റ് ആണ്. അവൻ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഗ്രാജുവലി ഞാൻ പോലും ഇത് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഇച്ചിരി കൂടെ ഒക്കെ ഒന്ന് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഡെയിലി നമ്മുടെ വീട്ടിൽ നിങ്ങൾ സംസാരിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്കൂടെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ചില ലിറ്റിൽ ബിറ്റ് പ്രോബ്ലംസ് ആവുന്നെങ്കിൽ അത് എങ്ങനെ ക്യൂർ ചെയ്യണം. നീ പറഞ്ഞ മോള് പറഞ്ഞ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ഡേ ഐ എം റീഡിംഗ് ബുക്സ്. അന്നേരം അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്. ഐ എം ഗെറ്റിംഗ് നോളജ് ഫ്രം ദാറ്റ് ഇൻഫർമേഷൻസ്. ഐ എം ഡെയിലി ഐ എം ഗെറ്റിംഗ് ഇൻഫർമേഷൻസ് ബട്ട് ഐ കാൺ ടു ഗെറ്റ് ദ ടൈം ടു ഡെലിവർ ദാറ്റ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ട്. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ടൈം ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ കോമിക്സ് ലൈക്ക് വിച്ച് വൺ യു സെഡ് അറ്റ് ഫസ്റ്റ്. അതൊരു വലിയ പ്രശ്നമാണ്. മനസ്സിലായോ? അത് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു. സോ ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് what the English. Yeah, that's it. Now going to the case of the mistakes. That I said was common thought, not comments. Okay, common thought. Yeah. Okay. The thing is that it's very important to around everyone. What? Okay, it's no. Nia speak very well, but Kinda. she have some Papa. shyness. For what? No, I don't have any shyness. Then that's why I told you speak some. Shut up, you idiot. Okay, you can go what you like. Okay, I have any problems. You proceed that, but you please prove yourselves before. Prove you. എനിക്ക് ആരുടെ മുന്നിലും പ്രൂവ് ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല. But I need that. എന്താണ് why my kids are trying their level first to achieve their goals. Nowadays the global is a global means ഈ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എന്ത് പറയുന്നത് ഒരു മാർക്കറ്റായി, ഒരു ഗ്ലോബൽ മാർക്കറ്റായി മാറി. സോ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ കൊട്ടാരക്കര, നോട്ട് ഇൻ കേരള, നോട്ട് ഇൻ ഇന്ത്യ. ദാറ്റ്സ് വൈഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആയി മാറി. യുവർ ഓപ്പർച്യൂണിറ്റി is very wide. That's why you study this, you capture this language English for what? For to attain your goals. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈഡായി മാറുന്നതിന് വേണ്ടിയാണ്. അതർവൈസ് യു when you leave your schools, that time you are suffering with both. But in English is a very marvelous and classical language, global language. This is our international language. It's an international language. Okay, you please add something for that. Good morning. Train up the children in the way you should go. Even when they are old, they will not depart from it. Proverb സാം തോമസ് പണിക്കർ പറയുന്നത് സദർശവാക്യങ്ങൾ 22:6 ഇപ്രകാരം പറയുന്നു. അയ്യോ പോയോ? അത് കാണാൻ പറ്റുന്നില്ല. ഹാവ് എ ബ്ലസ്ഡ് ഡേ. സാം തോമസ് പണിക്കർ, ഐ എം വെരി ഹാപ്പി വിത്ത് യു. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് പ്രോവർബ് സദർശവാക്യങ്ങൾ 22:6 ഇപ്രകാരം പറയുന്നു എന്ന് പറയുന്നു. ഓക്കെ then okay, no problem. Okay. We accepted that message. Yes, reading Bible in English is also very good. Okay. 100%. And now, Bible is very good. Why? There is conversation. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്യൂച്ചർ പാസ്റ്റ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനം. ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലേ? okay, the Psalms, Proverbs, Vocabulary you will get from all of them. Old Testament. What? Vocabulary From where? from This, old one. yeah. Okay.
Okay, you should. Now the thing that I wasn't gonna say that was this. Related to the mistakes. Papa, actually, happening. sorry for calling you idiot. Okay. Can I? What? Mana, you please. Don't. Sorry for calling you an idiot. A lot of times you call me. I don't care. Because This is only showing her image in front of the. Should not block that. Right. It's never. You have the എന്താന്ന് പറഞ്ഞ you നിയമമൊക്കെ ഒരു എന്ത് പറയുന്നേ ആ ഒരു പെർമിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. Because Oh, she can call you anything. Wait, not to me It's a only. joking. Me only. They all are. I was just joking. Okay. That's joke I accepted. The Kollam slang and the other word for. So one thing. We both are Kollam. No. Pathanamthitta slang. That is the difference നിങ്ങൾ between പത്തനംതിട്ട your two daughters. Then there are two types of. Oh my God. Tell me. Bhaiya, there There are two states types for of this Kollam. accents in English. Commonly, I would say that British English and American English. So the English that we അത് രണ്ടും commonly. മാത്രമല്ല നമ്മുടെ ഇംഗ്ലീഷ് ഇസ് ഡിഫറെന്റ് നമ്മളെന്ന് That's Monglish. ഭയങ്കര സ്പീഡല്ല നോ മംഗ്ലീഷ് അല്ലേ അത് പറയുന്നത് ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് ഓൾ ദ പീപ്പിൾസ് ഹു സറൗണ്ട്സ് യു ദേ ആർ പ്രൂവിംഗ് Common. That's the thing that I said first in the video. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഇംഗ്ലീഷും UK ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ സ്റ്റോപ്പ് ദർ കണ്ടിന്യൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും Yes. ലൈക്ക് നമ്മുടെ മലയാളം അതെ. പക്ഷേ ഇംഗ്ലീഷ് നമ്മുടെ എന്ന് പറയുമ്പോഴേ ഡിഫറെന്റാ ഹായ് നെൽസൺ ഹൗ ആർ യു Yes, there is a different. There's Yeah. gonna be a different accent. Malayalam, for instance. okay. Anything. So for all understanding, for everything, the main key word is practice. Again, practice. And the thing that I was going to say that related to mistakes, that it's very important to correct your mistakes, that you won't repeat them again after when you're saying. So that was the real thing that I shared you. If you're speaking, if you want to get rid of your mistakes, Papa, you should try this. Get in front of a mirror, switch on your recorder, and hear what you want to speak for 5 minutes relatively to a topic, and record it and hear by yourself and understand what are the mistakes that happened in my speaking. You don't need to prepare anything, just speak naturally as you're speaking. Yes. It would increase, surely You could would show identify your mistakes from that. and help you clarify this. വെരി ഗുഡ് Right. അല്ല നിയമോളെ ദിസ് ഇസ് ദ ടൈം ഫോർ യു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അതിനകത്ത് നല്ലൊരു പാരഗ്രാഫ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് Conclude this video. അബൌട്ട് ടുഡേ മോർണിംഗ് വാക്ക് അല്ലെന്നുണ്ടെങ്കിൽ അബൌട്ട് അവർ Today morning walk was really beautiful, and I think the topic that we put on this was really great. How to speak in English fluently, and that is really needed. That is really a really great thing for our people, that because there are a lot of people who still don't know how to speak in English, and moreover we told the ways how to speak more English fluently. And we know that now I am not Gen Z but Gen Alphas, and they are still young people like Yeah. me. Okay, Yes. 100%. And You are Gen Z is a Okay, old not like that. Okay, no, every generation is what better. is your advice And I think to your so. community? So I think try to practice. Children. Okay. No, അക്ഷര കൂട്ടൻ ലൈക്ക് ലോട്ട് ഓഫ് ലീവ്സ് യു ഹാവ് there. Yes. You just tell to her മിനിയോട് പറയണം എന്നിട്ട് എന്താണ് We took classes. Kids are actively practice. You take to them and that will help you and that students. That type of community you please help to grow there. Yeah, sure. That will be very beneficial to the society also. It will help for what the people will come out for what they are getting an opportunity to sleep study. Yes, that's a very important point. Making groups. Yeah, making groups. That's very important. Making a In your group chats. and In the school also, you just your classes English medium you are practicing there. You just talk to your teachers. Yeah, teacher, this is this in the English class only. Other in English period. Okay, practice English is very important. It's spoken English very important. You speak to them. One who take the risk. മനസ്സിലായി റിസ്ക് അല്ല വൺ ഹൂ യു സ്റ്റാർട്ട് ഫസ്റ്റ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് But consistency is also very important. Right. consistency persistence determination everything is very important but it will come how Only through practice. only practice It will never be any നമുക്ക് difficult. തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ we can speak our daily
പ്രോഗ്രാംസ് ദിസ് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ത്രൂ ഇംഗ്ലീഷ് വേണം ചെയ്യാൻ പറ്റും. ബിക്കോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്ക്ലി 1 day we are conducting programs like this. That's why they are getting more opportunity to speak with us. And at the same times നിങ്ങളെ സംബന്ധിച്ചിടത്തോളം with your friends you speak in English, they will help, they will join with you. And അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഹൗ ടു ചേഞ്ച് കമ്മ്യൂണിറ്റി ഫസ്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പൊ 12 വർഷം മുമ്പ് ഇങ്ങനെയുള്ള നിൽക്കിട്ടോണ്ട് നടക്കുമ്പോൾ ആദ്യം എല്ലാവരും എന്നെ ചീത്ത വിളിച്ചു. പിന്നെ എത്രയോ പേര് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫാമിലി ആയിട്ട് എത്രയോ പേര് നടക്കാൻ തുടങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വെരി ഡിഫിക്കൽട്ട്. എല്ലായിടത്തും മനസ്സിലാവുന്നു. To change the community or change the systems, that's very difficult. So you work hard for that. And at the same time, you are getting more opportunity to speak in English in your school times and also in our homes. Your mother and father and your elder and sisters are, at the same time, your sisters, cousins, like Kasia, Sophie, everyone knows Stephen and Shalvin. Everyone knows English very well. That's why you can speak. Yeah, we would try to speak in English, me and my cousins. Yeah, 100%. One who take the risk. That one who start first is very important. So nothing more to say. Every day we will try for that, and 100% we will acquire this knowledge. We will daily practice. And another thing is that we would think that, oh, this is difficult, so let's do it tomorrow, All the people are day thinking of like tomorrow, day after tomorrow. So The next day they will postpone it. Okay, the that's problem. not Never postpone anything in your life. If you want to do anything in your life, you just just the 80-20 rule. First, Yeah. almost take the hard Every work. people have difficulties in their lives. The first you start, what you start in your life, there is a difficulties. That difficulties otherwise are problems, and these problems or difficulties that will cure with your knowledge, and 100% you practice it, practice 100% it will change. That's all. Yeah. And Neyamol participated in this sections very good and very well. I am very proud. And one more thing, guys. Yeah. One thing. The English is the frog. Okay. My The wife is sitting very distant. Can you please? Yeah. Oh, Leona, anything to speak? 2 minutes to speak. 2 minutes. This is very lengthy video. She contributed the very important words like which our his name APJ Abdul Kalam says what everything we can achieve attained only through practice. If you work hard and So English is the frog. Eat that frog. eat that frog. Ugly. English is Eat not that an ugly ugly. frog. Who says that? Eat that Who wrote frog. that? Who wrote the book? Eat that frog. Eat that. Brian Tracy. Brian Tracy. Brian Tracy. Papa. She says that APJ Abdul Kalam and she are in And a same frequency. Yeah. And a same vibe. Yes, 100%. Don't you think so? Weekly one day we will take our class in what? In English. That's very important. Thank you. ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യും Oh, English. തിരിച്ച് ചെയ്യുന്നതിനൊക്കെ And about our YouTube channel. You can just introduce it. പ്ലീസ് ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലി ടോക്ക് ഞങ്ങളിപ്പോ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ട്രൈ ടു എൻ്റർ ഇൻ ദാറ്റ്. ദെൻ യു വുഡ് ഗെറ്റ് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ്. only 179 അല്ലേ? You will get നിങ്ങൾക്ക് മോട്ടിവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ if you have any problems in your life to have need any counselings or a trainings or a tuitions or a only 179 rupees you will get it all. You can call at any time and at any എപ്പോഴായാലും with your time. You can communicate in that community. Yeah. Otherwise my elder my younger and My mother. My wife is ready to take the call and response with you. 100% we can together go with happiness. 100% we will succeed in our life. We will ready to serve you. Yeah, we are also having so many extra perks that if you are taking some more high range like paisa means നമ്മൾ കുറച്ചുകൂടെ ലെവൽ കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള ബെനിഫിഷ്യൽ കൂടെ കിട്ടും. It's enough. 100 rupees is enough for that. Every teacher AI tutor also giving one per month they are taking how much they will 99. No 30, 40. 1 month only 99. They 1000 nearly that. Not like that. AI tutor in app pay there is only 99 rupees. I think it's only for beginning. Only training there is. ഞാനിപ്പോ ഇത് പറയുന്നത് ഇത്രേ ഉള്ളൂ. I'm good at subject like economics, politics, management, marketing, and law, and I was LLM rank holder. That's if you have any doubts in law,
You just call me and give the topics. Within 1 hour, I will call back and give you all the details of that. My wife in physics and PhD, she did her PhD. Doing her PhD in physics. She will also will help you for the particular topic. If you have a doubt in that, the same times my Neha will take some lessons for you, whatever it is. Which one is she is feasible to that? Now, like your school level questions or anything, any topics from that, they will help you. So we need a class related to. Class related to. Yeah, we need a class. Yeah. Today too, I will start a new YouTube channel. I have a YouTube channel that is Nelly Family Talk, and then another one we will start for Nelly political. Nelly's political talk. Why I am very interested in politics. That's why the politics and motivation is not going. അങ്ങനെ പോവോ? Means അങ്ങനെ നമ്മൾ മിക്സഡ് കണ്ടന്റ് ഇടുമ്പോൾ ഒരു ഇതുണ്ട്. It will help. It will make it problems in our YouTube channels, and it will reduce our subscribers. That's why we will start a new one for only the Political videos. And presently we have a channel that we are proceeding. What we are continuing. What? Continue only the motivations. Yeah, we will share the link in the. And also this type of videos we will put on. Yeah, Put in sure, that. sure. Okay. Thank you. Let's see there. Bye. Very good. Mommy, അമ്മ എനിക്ക് ലിയോണെ വേണം. ലിയോണ, come here. പൊടി കള്ളി.